ഓം ശാന്തി. മധുബൻ മുഴുവൻ വിശ്വത്തിന്റെയും മുന്നിൽ ബാബ മധുബനെ തപസ്സിന്റെ മോഡൽ ഭൂമിയാക്കി മാറ്റി. മധുബൻ ഒരു എക്സാമ്പിളാണ്. മധുബൻ യജ്ഞത്തിന്റെ സപ്പോർട്ടാണ്. മുഴുവൻ വിശ്വത്തിന്റെയും സെന്റേഴ്സിന്റെയും സപ്പോർട്ടാണ്. ഹാർട്ട് ഇവിടെയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ മുഴുവൻ സേവനവും ഓൺലൈനായി മാറി. അപ്പം ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ടീച്ചേഴ്സിനോടൊപ്പമുള്ള സംസാരമുണ്ടായിരുന്നു ഓൺലൈനിലൂടെ. അപ്പോൾ എല്ലാവരും മധുബന്റെ വിവരങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഒരു ലേബേഴ്സുമില്ല, ജോലിക്കാരുമില്ല. ഇനി മുഴുവൻ സേവാധാരികളും മിക്കവാറും പോയിക്കഴിഞ്ഞു. നമ്മുടെ സ്വന്തം സഹോദരി സഹോദരന്മാര് തന്നെ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എല്ലാവർക്കും കേൾക്കാൻ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവനവന്റെ വീട്ടുകാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യുന്നു. മധുബനിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും ഒരു അലയാണ് പരക്കുന്നത്. ദാദി എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്ത് പരിവർത്തനം വേണമോ അതിന് നിങ്ങൾ ദൃഢസങ്കല്പം വയ്ക്കൂ, അതിനെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യൂ. എങ്കിൽ അതൊരു അലയായി മാറും. കാരണം അലകളെന്ന് പറയുന്നത് എപ്പോഴും സൂക്ഷ്മമാണ്, പിന്നെയാണത് സ്ഥൂലത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ആരാണോ ഹൃദയം കൊണ്ട് സേവനം ചെയ്യുന്നത്, വീടിനെ ആരാണോ വളരെ സ്നേഹത്തോടുകൂടി പരിപാലിക്കുന്നത്, അവരുടെ ഉള്ളില് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കുടുംബം എന്നതിന്റെ ഫീലിങ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒപ്പം തന്നെ എത്രത്തോളം തപസ് ചെയ്യുന്നു ആ തപസ്സിന്റെ വൈബ്രേഷൻസ് വളരെയധികം ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എങ്ങനെയാണോ വിദേശങ്ങളിലെ ഞങ്ങളുടെ എല്ലാ സെന്ററുകൾ തുടങ്ങിയ സമയത്ത് എല്ലാ ജോലികളും സ്വയം തന്നെ അവനവന് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. നമ്മൾ തന്നെ പൂജാരി, നമ്മൾ തന്നെ പൂജ്യര്, എല്ലാം നമുക്ക് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് ഒരിക്കൽ ഓക്സ്ഫോർഡിലെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. നമ്മുടെ ഗ്ലോബൽ റിട്രീറ്റ് സെന്റർ ഓക്സ്ഫോർഡിലാണുള്ളത്. ആദ്യത്തെ യജ്ഞത്തിലെ റിട്രീറ്റ് സെന്റർ അതായിരുന്നു. വിദേശത്തിലെ പിന്നെയാണ് ശരിക്കും ഗ്യാൻ സരോവർ പോലും വന്നത്. വളരെയധികം വലിയൊരു വീടാണ്. അവിടെയാണെങ്കിൽ 70ഓളം റൂമുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ റിട്രീറ്റിനൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ 150 പേര്, ചിലപ്പോൾ 200ഓളം പേരും വരാറുണ്ട്. അവിടെ ഞങ്ങൾക്കാർക്കും ലേബേഴ്സൊന്നുമില്ല. ഇനി സേവാധാരികളും അവിടെ വളരെ കുറവാണ്. ഇനി വിശേഷിച്ചും കിച്ചൺ സേവാധാരികൾ മാത്രമാണുള്ളത്. അവിടെ ഞങ്ങൾ സഹോദരി സഹോദരന്മാര് മാത്രമാണുള്ളത്. ഞങ്ങൾ തന്നെയാണ് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളത്. ഇനി ഞങ്ങളുടെ റിട്രീറ്റുകളെല്ലാം നടക്കാറുള്ളത് വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരയ്ക്കും. പിന്നെ വീണ്ടും മൺഡേ ഒഴിവായിരിക്കും. പിന്നെ ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച വരയ്ക്ക്. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും. അപ്പോൾ വീടിന്റെ മൊത്തത്തിലുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വളരെയധികം വർഷത്തോളം അങ്ങനെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ബാത്റൂമുകൾ കഴുകണം, ഷീറ്റുകളെല്ലാം അലക്കിയിടണം, ഇനി കിച്ചൺ ക്ലീൻ ചെയ്യണം, എന്തെല്ലാം ജോലികൾ, എത്രയെല്ലാം വൃത്തിയാക്കല്. അതായത് മുഴുവൻ വീടിന്റെയും വൃത്തിയാക്കല്. ഞങ്ങളെല്ലാ സഹോദരിമാരും സഹോദരന്മാരും ഒരുമിച്ച്. ഇനി അതിലാണെങ്കിൽ ചിലരെ 10 ബാത്റൂം എടുക്കും, ചിലരാണെങ്കിൽ പിന്നെ 15 ബാത്റൂമുകൾ എടുക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഓരോരുത്തരും അങ്ങനെ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും വളരെയധികം സന്തോഷത്തിലായിരുന്നു. അത് ശരിക്കും എല്ലുമുറിയെ പണിയെടുക്കുന്ന ഒരു സേവനം തന്നെയായിരുന്നു. പക്ഷേ അതിലൂടെ വളരെയധികം ശക്തിശാലിയായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇനി
വളരെയധികം ശക്തിശാലിയായിരിക്കുന്ന ആ ഒരു വൈബ്രേഷനിലൂടെ ഒരുപാട് അവകാശി ആത്മാക്കൾ തയ്യാറായി. എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഓക്സ്ഫോർഡിൽ തന്നെയുള്ള ഒരു ബഹന്റെ ഓർമ്മ വരികയായിരുന്നു. അതായത് കുവൈറ്റിലെ സേവനം തുടങ്ങിയ സമയത്ത് ആ ബഹൻ ജ്ഞാനത്തിന്റെ പ്രേരണ, സറണ്ടർ ആകണമെന്നുള്ള പ്രേരണ എല്ലാം ശരിക്കും അവരുടെ ജീവിതത്തിന്റെ ആത്മീയമായിട്ടുള്ള ഫൗണ്ടേഷൻ എല്ലാം അവരുണ്ടാക്കിയത് ഓക്സ്ഫോർഡിൽ നിന്നാണ് എടുത്തത്. അവര് ഇത്രയും തന്റെ സേവ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചവരെ അവരുടെ നാട്ടിലേക്ക് പോയി. അവര് ശരിക്കും നല്ലൊരു ഫൗണ്ടേഷൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കർമ്മം എന്താണോ ആ ഒരു വൈബ്രേഷനിലൂടെ ഒരു അന്തരീക്ഷം തന്നെ തയ്യാറാക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു സഹോദരിയുണ്ട് ഗ്ലോബൽ റിട്രീറ്റ് സെന്ററിലെ. അവരുടെ പേര് ജോയ്സി എന്നാണ്. അവരിപ്പോഴുമുണ്ട്. ഇനി റിട്രീറ്റ് സെന്റർ എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ തീരത്തായിട്ടുള്ളതാണ്. ദാദി എപ്പോഴും തന്നെ ആ സിസ്റ്ററുടെ ധാരാളം മഹിമ ചെയ്യാറുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ക്ലീനിങ്ങിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഡ്യൂട്ടിയും അവർക്കായിരുന്നു. മുഴുവൻ വീടിന്റെയും ക്ലീനിങ് എന്ന് പറയുന്നത് അവരുടെ കയ്യിലായിരുന്നു. അതേപോലെ ലോണ്ട്രി, അതും അവരുടെ കയ്യിലായിരുന്നു, അവരുടെ ഡ്യൂട്ടിയായിരുന്നു. ഇനി അതിനു വേണ്ടിയിട്ട് അവർക്ക് സ്വയം അവര് തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിസ്റ്റത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമായിരുന്നത്. ഇനി അവര് സ്വയം ചെയ്യുകയും ചെയ്യും. മറ്റുള്ള സേവാധാരികളെ വെച്ച് അവർ ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇനി ആ സമയത്ത് അവർക്ക് വേറൊരു അസുഖം കൂടി ഉണ്ടായിരുന്നു. ഈ അസുഖം കാരണം ചിലപ്പോൾ കയ്യും കാലെല്ലാം വിറച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളൊരു അസുഖം അവർക്കുണ്ടായിരുന്നു. ഇനി ആ അസുഖത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ കയ്യും കാലിലേക്ക് വിരലുകൾ എന്ന് പറയുന്നത് മടങ്ങിപ്പോകും. ഇനി അവര് ആ ഒരു അസുഖം കാരണം അവിടുന്ന് അവര് മാറിയിട്ട് അവർ ഞങ്ങളുടെ ചെറിയൊരു റിട്രീറ്റ് സെന്ററിലേക്ക് വന്നു. പക്ഷെ എന്നാലും അവരെങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ബാബയുടെ വീട്ടിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ആ തുണികളെയൊക്കെ അവരെടുത്തിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് ഉണക്കിയതിന് ശേഷം അതിനെയൊക്കെ ഫോൾഡ് ചെയ്തിട്ട് അവർ വെക്കും. അവരെങ്ങനെയെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എപ്പോഴും അവനവനെ ബിസിയാക്കി വെക്കുമായിരുന്നു. ഞാൻ ഒരിക്കലും തന്നെ ഈ മാതാജിയെ വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുക, സംസാരിക്കുക, അവിടെയും ഇവിടെ ഇരിക്കുക ഞാൻ കണ്ടിട്ടേയില്ല. മുഴുവനായിട്ടും അവരവരുടെ സമയത്തെ സഫലമാക്കിക്കൊണ്ടേയിരുന്നു. ഇനി ദാദി എപ്പോഴാണോ അവരെ കാണുന്നത് അപ്പൊ ദാദി പറയാറുണ്ട്, നിന്റെ കർമ്മണാ സേവനത്തിലൂടെ, നീ ചെയ്യുന്ന കർമ്മണ സേവനത്തിലൂടെ മറ്റുള്ളവർക്കും എല്ലാം സ്വാഹ ചെയ്യാനുള്ള ധൈര്യമാണ് ലഭിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ സാധാരണമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും ആര് കാണാനാണ് നമ്മൾ ചെയ്യുന്ന കർമ്മം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ ഒരു വൈബ്രേഷനാണ് ഉണ്ടാകുന്നത്. ഇനി ബാബ കാണുന്നുണ്ടായിരിക്കും. തീർച്ചയായും ബാബയുടെ കൈകളിലിരിക്കുന്ന അക്കൗണ്ട് ബുക്കിലേക്ക് അത് ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാക്കുന്ന സേവനം, അതാണ് ഏറ്റവും ഉയർന്ന ശ്രേഷ്ഠമായിട്ടുള്ള സേവനം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് എല്ലാവരും തന്നെ തോളോട് തോള് ചേർന്നുകൊണ്ട് ബാബയുടെ സേവനത്തെ, ബാബയുടെ കാര്യത്തെ എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റെടുത്തു. തീർച്ചയായും ബാബയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും സബാഷ് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇതിലൂടെ ലഭിക്കുന്നത് തപസ് ചെയ്യാനുള്ള ഇന്റൻസിറ്റിയാണ്. ശരിക്കും ഈ ചെയ്യുന്ന സേവനം അഥവാ പരിധിയില്ലാത്തൊരു തപസ്സിന്റെ വൈബ്രേഷൻ ഉണ്ടാക്കുന്നൊരു സേവനം തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് വിദേശത്തിലെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതായത് ഇപ്പൊ ഈ 2-3 ആഴ്ചകൾക്കുള്ളിലെ എത്ര പേരാണ് കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നറിയോ?
ഒരുപാട് എണ്ണം കൂടിയിട്ടുണ്ട്. ഞാനും കേൾക്കാൻ സാധിച്ചു, ഓസ്ട്രേലിയയിൽ വന്നിട്ട് 1000-ഓളം പേര് രാജയോഗ കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനിൽ. ഇനി സ്പെയിനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ 800-ഓളം പേര്, ഇറ്റലിയിൽ 700 പേര് രാജയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി UK വന്നിട്ട് ഒരു 2500-ഓളം പേര്, അവരെ മെഡിറ്റേഷൻ, ലെക്ചേഴ്സ് ഇതെല്ലാം ഓൺലൈനിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, സ്ഥൂലത്തിലെ ഇത്രയും പേര് ഒരുമിച്ച് നമ്മുടെ സെന്ററുകളിലേക്ക് വരാറില്ല. പക്ഷെ ഇത് എന്തിന്റെ ഫലമാണ്, അല്ലെങ്കിൽ ഏതിന്റെ ഫലമാണിത്? നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ പറയാം. കാരണം ദാദി അവ്യക്തമായി, അപ്പൊ ദാദി ചെയ്യുന്ന ആ പ്രേരണയിലൂടെയാണ് ആത്മാക്കൾക്ക് ഇത്രയും ലഭിക്കുന്നത്. കാരണം ദാദിയുടെ മുന്നിലെ എപ്പോഴും വിശ്വവും ബാബയുമാണ് ഉണ്ടായിരുന്നത്. ദാദിക്കാണെങ്കിലോ വളരെയധികം ഉന്മേഷവുമായിരുന്നു. ദാദിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഉമങ്ക് ഇങ്ങനെയായിരുന്നു, മുഴുവൻ വിശ്വത്തിലെയും ആത്മാക്കൾക്ക് ബാബയുടെ പരിചയം ലഭിക്കണം. പക്ഷേ സേവനത്തിന്റെ ആധാരം എന്താണ്? ത്യാഗം, തപസ്. ഈ ലോക്ക്ഡൌൺ ആണെങ്കിലും ശരിക്കും ഡ്രാമയുടെ ഭാഗത്തു നിന്നും നമുക്കെല്ലാ ബ്രാഹ്മണാത്മാക്കൾക്കും വളരെ വലിയൊരു ഫുൾ സ്റ്റോപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിലിരിക്കൂ, പൂർണ്ണമായിട്ടും എല്ലാം സ്റ്റോപ്പ്. അന്തർമുഖതയാകുന്ന ഗുഹയിലിരിക്കൂ. എന്നിട്ട് സ്വയത്തെ ചെക്ക് ചെയ്യൂ, അവനവനെ പരിശോധിക്കൂ. പൂർണ്ണമായും തപസ് ചെയ്യൂ. തപസ്യയാകുന്ന സ്പീഡിനെ വളരെയധികം കൂട്ടിക്കൊണ്ടേയിരിക്കൂ. അങ്ങനെയല്ലേ? ഇവിടെ നോക്കൂ, VIPസും IP അതുപോലെ സാധാരണക്കാര് എല്ലാം ഇവിടെ ഒരുപോലെയായി. അതായത് ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് എല്ലാവർക്കും വീടിന്റെ വൃത്തിയാക്കല് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യണം. എല്ലാവർക്കും എല്ലാം ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ഇവിടെ VIPസ് അങ്ങനെയൊന്നും തന്നെയില്ല. ഇവിടെ എല്ലാവരെയും ഒരേപോലെയാക്കി മാറ്റി ഈ സാഹചര്യം. ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ സാക്ഷിയായിരുന്നുകൊണ്ട് ഈ മധുബനെ കാണുന്ന സമയത്ത് ഇപ്പോഴും ഈ മധുബനിൽ എത്രത്തോളമാണ് സ്വച്ഛതയുള്ളത്, എത്രത്തോളമാണ് ശുദ്ധിയിരിക്കുന്നത് ഞാൻ കാണുകയായിരുന്നു. കാരണം ഇവിടെ നിന്നും ഏത് തരത്തിലുള്ള വൈബ്രേഷനാണോ ഉണ്ടാകുന്നത്, ആ വൈബ്രേഷൻ മുഴുവൻ വിശ്വത്തിലും പരക്കുകയാണ്. എന്താണോ സപ്പോർട്ട് എന്ന് പറയുന്നത്, ആ സപ്പോർട്ട് നോക്കൂ, വളരെയധികം ഗുപ്തമാണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് ബീജമാണ്. ഇപ്പോ വൃക്ഷം പോലും കണ്ടിട്ടില്ലേ? വൃക്ഷം ഒരിക്കലും തന്റെ ബീജത്തെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ ബീജത്തിനും തന്റെ മുഴുവൻ വൃക്ഷത്തിനെയും കാണാൻ കഴിയില്ല. ഇനി മുഴുവൻ ലോകത്തിലുള്ള ആളുകളും കണ്ടിട്ടില്ലേ, ബാഹ്യരൂപത്തിലെ വൃക്ഷത്തിനെ വർണ്ണിക്കും, വൃക്ഷത്തിന്റെ മനോഹാരിതയെക്കുറിച്ച്. ഇനി വൃക്ഷത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയായിരിക്കും? എത്ര മനോഹരമായിട്ടുള്ള ഫലമാണ്, എത്ര മനോഹരമായിട്ടുള്ള ഇലകളാണ്, പൂക്കളാണ്, എത്ര നല്ല പച്ചപ്പുള്ളതാണ്, അല്ലെങ്കിൽ എത്ര പുഷ്ടിയുള്ളൊരു വൃക്ഷമാണ്. പക്ഷെ അപ്പോഴും ആരും ബീജത്തെ കാണുന്നില്ല. മധുബൻ ബീജമാണ്. ഇനി ഏതൊരു കർമ്മമാണോ നമ്മൾ ഓരോരുത്തരും ഈ ബീജത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്, അത് മുഴുവൻ വൃക്ഷത്തിനും സപ്പോർട്ടാണ്, മുഴുവൻ വൃക്ഷത്തെയും ഫലഭൂയിഷ്ടിയുള്ളതാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ഇതിന്റെ മഹത്വത്തെ ഒരിക്കലും തന്നെ മറക്കരുത്. ഞാൻ വളരെയധികം ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നൊരു കാര്യമാണ്, മുഴുവൻ വിശ്വത്തിലും യജ്ഞത്തിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് മധുബനാണ്. അതിനാൽ ഈ മുഴുവൻ യജ്ഞത്തിനുമുള്ള ഹാർട്ടായിരിക്കുന്ന ഈ ബീജത്തിന്
ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ധനം, നമ്മുടെ സമയം, നമ്മുടെ സങ്കല്പം, നമ്മുടെ ശ്വാസം എല്ലാം കൊണ്ടും. ഇന്നെനിക്ക് ദാദിയുടെ ഓർമ്മ വളരെയധികം നന്നായിട്ട് വരികയാണ്. ദാദിജി ത്യാഗത്തിന്റെ മൂർത്തിയായിരുന്നു. ദാദി എക്കണോമിയുടെയും ഏകനാമിയുടെയും ഒരേയൊരു നാമം, അതിന്റെ മൂർത്തി തന്നെയായിരുന്നു ദാദി. ദാദി നിർസങ്കൽപ്പ ദേവതയായിരുന്നു. വിദേഹി ജനകനായിരിക്കുന്ന ഒരു രാജാവു കൂടിയായിരുന്നു. ദാദിമാരെ കണ്ടിട്ട് നമ്മുടെ ജീവിതത്തിനാണെങ്കിലും വളരെയധികം പ്രേരണയാണ് ലഭിക്കുന്നത്. വിശേഷിച്ചും പ്രാക്ടിക്കൽ രൂപത്തിലെ ദാദി നമുക്ക് കാണിച്ചു തന്നു. ഹൃദയ സിംഹാസനധാരിയായി മാറണം, അതും സദാകാലത്തേക്ക് വേണ്ടി. അതിന് എന്ത് പുരുഷാർത്ഥമാണ് വേണ്ടത്? ദാദിജി എല്ലായ്പ്പോഴും തന്നെ നമ്മളോട് പറയാറുണ്ട്. പ്രത്യേകിച്ചും ദാദിയെ പ്രാക്ടിക്കൽ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് സമയമാകുമ്പോഴേക്കും നമ്മുടെ സമയം, നമ്മുടെ സങ്കല്പം, നമ്മുടെ ശ്വാസം എല്ലാറ്റിനെയും സഫലമാക്കണം. സഫലമാക്കണം, സഫലമാക്കണം. ശരീരം, മനസ്സ്, ധനം എല്ലാറ്റിനെയും സഫലമാക്കണം. സഫലമാക്കൂ. ഇങ്ങനെയാണ് ശരിക്കും ദാദി എക്കണോമിയുടെ അവതാരമായി മാറിയത്. ചെറിയ ചെറിയ കാര്യങ്ങളിലെ, പ്രത്യേകിച്ചും എക്കണോമി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ദാദി എല്ലാവർക്കും ടോളി കൊടുക്കാറുണ്ടല്ലോ. ആ ടോളി കൊടുക്കുന്ന സമയത്ത് ദാദി അവരോട് ചോദിക്കും, നിങ്ങളുടെ കുടുംബത്തിലെ എത്ര പേരാണുള്ളത്? കാരണം ദാദിക്ക് ആ ജിജ്ഞാസയാണുള്ളത്, പരിവാരത്തെ പറ്റിയും കൂടി ചിന്തിക്കണം എന്നുള്ളത്. ഇനി അവര് ചിലപ്പോ 4-5 പേരെന്ന് പറയും. അപ്പൊ ആ 4-5 പേർക്ക് വേണ്ടിയിട്ടുള്ള ടോളി ദാദി കൊടുക്കും. ഒരിക്കലും ദാദി ഇങ്ങനെ പറയാറില്ല, ഇവർക്കിന്ന് 20 ടോളി അടങ്ങുന്ന ഒരു ബോക്സ് കൊടുക്കൂ അവരുടെ കയ്യിലെ. അങ്ങനെ ദാദി പറയാറില്ല. പക്ഷെ വീട്ടിലാണെങ്കിലോ ആകെ 4-5 പേരല്ലേ ഉള്ളൂ. ദാദിയുടെ പ്രിൻസിപ്പൾ ഇങ്ങനെയായിരുന്നു, വളരെ എക്കണോമി ആയിരിക്കണം, പക്ഷെ എന്നാലോ എല്ലാവർക്കും എല്ലാം കൊടുക്കുകയും വേണം, വിശാലമായ മനസ്സോടുകൂടി. ഇതായിരുന്നു ദാദിയുടെ ഹൃദയത്തിന്റെ അവസ്ഥയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായി, ഈ ലാസ്റ്റ് സമയം വരയ്ക്കും ബാബയുടെ യജ്ഞത്തിലെ ദാദിയുടെ കാര്യം എത്ര വലുതാണ്. ദാദി എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെ എല്ലാവർക്കും ദാദിയിൽ നിന്നും പ്രേരണ ലഭിക്കാറുണ്ട്. എന്നിട്ട് ദാദി എല്ലാവരെ കൊണ്ടും എന്തെങ്കിലും സ്വാഹ ചെയ്യിപ്പിക്കും യജ്ഞത്തിലേക്ക് വേണ്ടി. പക്ഷെ ദാദിയാണെങ്കിലോ വളരെ എക്കണോമിയായിട്ടായിരുന്നു ജീവിച്ചിരുന്നതും. എപ്പോഴാണോ നമ്മളും ഓരോരുത്തരും ഇതുപോലെ എക്കണോമിയായിട്ട് മാറുന്നത്, അപ്പോൾ അത്രയും തന്നെ പുണ്യത്തിന്റെ ശേഖരണം ഉണ്ടാക്കപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴുള്ള ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇനി നമ്മളാണെങ്കിലും എന്ത് ചെയ്യും? വളരെ എക്കണോമിയായിട്ട് ജീവിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാലേ ബാബയുടെ ഭണ്ഡാരത്തിലാണെങ്കിലും വളരെ കുറച്ചേ വരുള്ളൂ. ആരും വരാനും ആരും പോകാനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എത്ര ദിവസത്തേക്ക് മുന്നോട്ട് പോകണമെന്നും അറിയില്ല. എല്ലാം ഒരു അനിശ്ചിതാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ഓരോരുത്തരും എന്താ ചെയ്യുന്നത്? വളരെ എക്കണോമിയായിട്ടാണ്. അപ്പോ നമ്മുടെ അക്കൗണ്ടിലാണെങ്കിലും എത്രയാണ് പുണ്യം സമ്പാദിക്കുന്നത്? നമ്മൾ ശരിക്കും ഇവിടെ സേവിങ്സ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ദാദി ഇവിടെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാദി എല്ലാവരെയും ആലിംഗനം ചെയ്തിട്ടുണ്ടാകും. ദാദി പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആലിംഗനം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ദാദി എപ്പോഴും നമ്മുടെ തലയിലൊക്കെ വന്നിട്ട് തലോടുമായിരുന്നു. കാരണം ദാദിക്ക് നന്നായിട്ടും അറിയാം ഇവർ ഓരോരുത്തരെന്ന് പറയുന്നത് സ്ഥൂലമായിട്ട് വളരെ നന്നായി കർമ്മണ സേവ ചെയ്യുന്നവരാണ്. വളരെ നന്നായിട്ട് ഞങ്ങളെ സ്നേഹിക്കാറുണ്ടായിരുന്നു. ഇനി ദാദിയുടെ ആ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുമ്പോൾ സാകാരത്തിലെ ബാബയുടെ സ്നേഹം ലഭിക്കുന്ന പ്രതീതിയായിരുന്നു.
കാരണം ദാദിയുടെ ലക്ഷ്യം ഇതായിരുന്നു, സാകാര ബാബയിൽ നിന്നും എനിക്കെന്താണോ കിട്ടിയത് അത് മറ്റുള്ളവർക്കും എനിക്ക് കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് വേറൊരു വഴിയിൽ കൂടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരികയാണ്. പ്രാക്ടിക്കലായിട്ടുള്ള ദാദിയുടെ സ്നേഹത്തെ ഞങ്ങൾ കണ്ടതാ. തുടക്കത്തിലെ ജ്ഞാനസരോവരം തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിസംബറിലായിരിക്കും. പ്രത്യേകിച്ച് യൂത്തിന്റെ സേവനം. ഇനി ആ ദിവസം എന്ന് പറയുന്നത് സദ്ഗുരുവാറായിരുന്നു. രാവിലെ 10 മണിക്ക് ശിബിരം ആരംഭിക്കുകയായിരുന്നു. സാധാരണ സദ്ഗുരുവാറിന്റെ ദിവസങ്ങളിലെ ക്ലാസ് കുറച്ച് ലേറ്റ് ആകാറുണ്ടല്ലോ, പ്രത്യേകിച്ചും 8:30 ആകും. അപ്പോൾ എനിക്കാണെങ്കിലും നേരെ ബ്രേക്ക്ഫാസ്റ്റിന് പോകാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ നേരെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വിഷ്ണുപുരിയുണ്ട്, ആ വിഷ്ണുപുരിയിൽ എനിക്ക് ഒരാളെ കാണണമായിരുന്നു ഒരു കാര്യത്തിനായി. ഞാൻ അങ്ങോട്ട് പോയി. ഇനി ഞാൻ കണ്ടതിന് ശേഷം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. പക്ഷേ സമയം 9:45. ഇനി ആകെ 15 മിനിറ്റേ ഉള്ളൂ. 10 മണിക്കാണെങ്കിൽ രാജയോഗ ശിബിരം ആരംഭിക്കുകയും ചെയ്യും, റിട്രീറ്റ് യൂത്തിന്റെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല. എന്റെ സെക്ഷൻ ആരംഭിക്കാൻ പോവുമായിരുന്നു. അങ്ങനെ ഞാൻ ട്രാൻസ്പോർട്ടിന്റെ ആ ഭാഗത്തൂടെ നടന്നിട്ട് ആ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ കൂടെ ഞാൻ നടന്നുകൊണ്ട് ഞാനിങ്ങനെ മെഡിറ്റേഷൻ ഹാളിലേക്ക് പോവുമായിരുന്നു. ഇനി ദാദിയപ്പോ എനിക്ക് എതിരായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ദാദി എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഏകദേശം 10 മണിയൊക്കെ ആകും. ഇനി ദാദി എനിക്കാണെങ്കിലോ ദാദി ഇങ്ങനെ നേരിട്ട് വരികയല്ല, ദാദിനെ എനിക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ദാദി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്നെ വിളിച്ചു, എന്നെ കൈകൊണ്ട് മാടി വിളിച്ചു. ഇനി ദാദി നേരിട്ട് എന്നോട് ചോദിച്ചു, എവിടെ പോകണമെന്നും കൂടി ചോദിച്ചില്ല. ആദ്യമേ ചോദിച്ചത് ഇതാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു? അപ്പൊ ഞാൻ മിണ്ടാതിരുന്നു, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോ ഞാൻ പറഞ്ഞു, ദാദി ഇതാ എന്റെ അടുത്ത സെക്ഷൻ ആരംഭിക്കാൻ പോവാണ്, ഞാനിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വീണ്ടും ദാദി എന്നോട് ചോദിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, കഴിച്ചിട്ടില്ല. ഇനി ദാദി എന്ത് ചെയ്തു എന്ന് വെച്ചാല് എന്റെ കൈ പിടിച്ചു. കൈ പിടിച്ചിട്ട് ഗ്യാൻ സരോവറിലുള്ള ഡൈനിങ് ഹാളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആ ഡൈനിങ് ഹാളിലെ 5ാമത്തൊരു നമ്പർ റൂമുണ്ട്, അവിടെയാണ് ദാദി എപ്പോഴും ഇരിക്കാറുള്ളത്. ഇനി ദാദിക്കായിട്ട് അവിടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അതെന്നെ കഴിപ്പിച്ചു ദാദി. ഇനി ആ സമയത്ത് എങ്ങനെയെന്ന് വെച്ചാൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ സങ്കല്പങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇനി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്റെ എല്ലാ സങ്കല്പങ്ങളെയും ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ശരിക്കും ദാദി എന്നെ കഴിപ്പിക്കുകയായിരുന്നു. അതിനർത്ഥം ദാദി എന്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം ഇട്ടു തരികയായിരുന്നു. ശരിക്കും അപ്പോ ദാദി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ ദാദി കഴിപ്പിക്കുന്ന സമയത്ത് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. അവ്യക്ത ബാബ്ദാദ, എനിക്ക് ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായത്. അവ്യക്ത ബാബ്ദാദയുടെ കൈകൾ എന്റെ തോളത്തുകൂടെ വന്ന് എന്നെ കഴിപ്പിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, അഥവാ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ഈ അനുഭവം മിസ്സായിട്ടുണ്ടാകും അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ, പാവം ബാബയ്ക്കും ഇടയ്ക്കൊക്കെ കഴിക്കണ്ടേ? ഇനി ദാദി ഏത് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന സമയത്തും ശരിക്കും ദാദിയിൽ നിന്നുള്ള ആ ബാബയുടെ സ്നേഹം എന്ന് പറയുന്നത് അനുഭവം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി ചില സമയത്ത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ ആ ജോലിയിൽ 2 പ്രകാരത്തിലുള്ള കാര്യങ്ങൾ വരും. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ആര് ചെയ്യും? ആ ഒരു ഭയത്തോടുകൂടെ ചെയ്യും. ഇനി രണ്ടാമത് നമ്മുടെ കർമ്മം ചെയ്യുമ്പോൾ ഡ്യൂട്ടി കോൺഷ്യസോടുകൂടെ നമ്മൾ ചെയ്യും. അതായത് എനിക്ക് ഈ ഡ്യൂട്ടി ലഭിച്ചു, ഞാൻ ഇത്ര തന്നെ ചെയ്യുള്ളൂ, എന്റെ ഡ്യൂട്ടി മാത്രം. അതിലൂടെ ലിമിറ്റേഷനാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഫലം കിട്ടും, പക്ഷെ ലിമിറ്റായിട്ടേ കിട്ടുള്ളൂ. പിന്നെ അടുത്തതാണ് സ്നേഹത്തോടുകൂടെ ചെയ്യുക, ഹൃദയത്തോടുകൂടെ ചെയ്യുക. അതാണ് പുണ്യത്തിലേക്ക് സമ്പാദിക്കപ്പെടുന്നത്.
അവരാണ് ബാബയുടെ ഹൃദയ സിംഹാസനത്തിലിരിക്കുന്നത്. അതും ബാബയുടെ ആശീർവാദം ലഭിക്കും. ഇനി എത്രത്തോളം നിങ്ങളാണെങ്കിൽ ചെയ്തതിനു ശേഷം വളരെ ഗുപ്ത രൂപത്തിൽ നിങ്ങളിരിക്കുമ്പോൾ 2 പ്രകാരത്തിലുള്ള ഡബിൾ ആശീർവാദം ലഭിക്കും. ഇനി നമ്മൾ നോക്കൂ, വീട്ടിലെ വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിവിടെ ഫോട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇതെന്റെ വീടാണ്, എന്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ എന്തിനാ ഫോട്ടോ ഒക്കെ എടുക്കേണ്ട ആവശ്യമുള്ളത്? കാരണം അതാരും കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇപ്പോ നമ്മുടെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വേസ്റ്റ് വീണ് കിടക്കുന്നു, തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? അതിനെടുത്ത് കളയില്ലേ? ഇല്ലേ? നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ളൊക്കെ ജോലി ചെയ്യുമ്പോൾ ആരെയും നമ്മൾ കാണിച്ചൊന്നും കൊടുക്കില്ലല്ലോ. ഞാനിതാ വേസ്റ്റുകളൊക്കെ എടുത്തു മാറ്റി എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാറില്ലല്ലോ. ഗുപ്തദാനം, ഗുപ്തമായിട്ടുള്ള കർമ്മം ഡബിളായിട്ടുള്ള ആശീർവാദത്തിന് പ്രാപ്തരാകും. ഇതിന് ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇനി ഓക്സ്ഫോർഡിലെ നവംബർ മാസത്തിൽ വളരെയധികം തണുപ്പായിരിക്കും. ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ -4 അങ്ങനെയൊക്കെ ആയിട്ട് മാറാറുണ്ട്. ഇനി ആ സമയത്ത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു റിട്രീറ്റ് വെച്ചു. ആ റിട്രീറ്റിൽ കുറച്ചു പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും എന്ന് പറയുന്നത് വളരെ വയസ്സായവരായിരുന്നു. ഇനി ഒരു 75-80 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ലണ്ടനിൽ നമ്മുടെ പരിവാരത്തിൽ എത്ര വയസ്സായിട്ടുള്ളവരുണ്ടോ അവരൊക്കെയാണ് എത്തിയത്. അവര് വെള്ളിയാഴ്ച ദിവസം പകല് വരും, വെള്ളിയാഴ്ച രാത്രി നിൽക്കും, ഇനി ശനിയാഴ്ചയും നിൽക്കും, ഞായറാഴ്ച ഉച്ചയാകുമ്പോൾ അവർ തിരിച്ചു പോകും. അങ്ങനെ വെള്ളിയാഴ്ച വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ സെക്ഷൻ ആരംഭിച്ചു. ഇനി ഞങ്ങളുടെ അടുക്കൽ ഡയറക്ഷൻ തരുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹോദരിക്ക് വരണമായിരുന്നു. പക്ഷെ ആ സഹോദരി വന്നില്ല. പക്ഷെ ഞങ്ങൾ സെക്ഷൻ ആരംഭിച്ചു. ഇനി ആ സെക്ഷന്റെ അവസാനമായി, കഴിയാറുമായി. പക്ഷെ എന്നിട്ടും ആ സഹോദരി വന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എല്ലാവർക്കും ഡയറക്ഷൻ കൊടുത്തു. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് തിരിച്ചുപോയി. എല്ലാവരും ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പോയപ്പോ ഇനി അപ്പങ്ങനെ ആരോ പറയുന്ന കേട്ടു, അറിഞ്ഞില്ല ആരാണ് എന്ത് ചെയ്തത്, രാത്രി എന്താ സംഭവിച്ചത്, മനസ്സിലായില്ലേ, ആരെന്ത് ചെയ്തു അറിയില്ല. അപ്പോ ഞാൻ ആ ടേബിളിൽ ഇരുന്നു കൊണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്താ പറ്റിയത് രാത്രി? ഇനി ആ സമയത്ത് ഇവരൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്നവിടെ കുറച്ച് ബെഡ്റൂംസുകളുണ്ട്. 10-40ഓളം പേർക്ക് താമസിക്കാനൊക്കെ പറ്റുന്ന പല പല ബെഡ്റൂമുകൾ അവിടെയുണ്ട്. ഇനി ആ ദിവസം എന്തെന്ന് വെച്ചാൽ നല്ല തണുപ്പുമാണല്ലോ. അപ്പൊ ആ തണുപ്പ് കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഹീറ്റിംഗ് എന്ന് പറയുന്നത് കിട്ടിയില്ല. പക്ഷേ രാത്രി സമയത്ത് ഏത് എഞ്ചിനീയറെ കിട്ടാനാണ്? ശനിയാഴ്ച രാവിലെ വേണമെങ്കിൽ നമുക്ക് ആരെയെങ്കിലും അർജന്റായിട്ട് വിളിക്കാമായിരുന്നു. പക്ഷെ വെള്ളിയാഴ്ച രാത്രി ആയതുകൊണ്ട് ആരെയും കിട്ടിയില്ല. അതോടുകൂടെ ആ ഹീറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ നിന്നുപോയി. ആ കേടുവന്നു അത് ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് ഈ തലേ ദിവസം വരേണ്ടിയിരുന്ന, ആ സെക്ഷൻ സമയത്ത് വരേണ്ടിയിരുന്ന ആ സഹോദരിയുണ്ടല്ലോ, ഇനി അപ്പൊ ആ ബഹനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിലെ ഈ ഒരു ന്യൂസ് കിട്ടി ആ ബഹൻജിക്ക്. എന്നിട്ട് ആ ദീദി തിരിച്ചുപോയി കിച്ചണില്, ഡൈനിങ് ഹാളില്. ഇനി ഒരു ഹോട്ട് വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, അതിൽ ചൂടുവെള്ളമൊക്കെ നിറച്ചതിന് ശേഷം ആ ഹോട്ട് വാട്ടർ ബാഗിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല് നമ്മുടെ ബെഡിൽ വെക്കാൻ പറ്റും. നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണ് ഹോട്ട് വാട്ടർ ബാഗ് എന്ന് പറയാറുണ്ട്. ഈ ബെഹൻജി എന്താ ചെയ്തതെന്ന് പറയട്ടെ. അങ്ങനെയുള്ള ഹോട്ട് വാട്ടർ ബാഗ് എന്ന് പറയുന്നത് 70ഓളം ശേഖരിച്ചു. എന്നിട്ട് 70ഓളം ബാഗുകളിലും ഹോട്ട് വാട്ടർ നിറച്ചുകൊണ്ട് ഓരോ ബെഡിന്റെയും താഴേക്ക് അടിയിലേക്ക് വെച്ചു. അത് എന്തായാലും അവര് വരുന്ന സമയത്ത്
റൂം തണുപ്പാണെങ്കിൽ പോലും ബെഡ് എന്തായാലും ചൂടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ആ ബഹൻ ആ സെക്ഷനിലേക്ക് വരാതിരുന്നത്. പക്ഷേ ഞാൻ ആ സമയത്ത് ആ സെക്ഷൻ ഞാൻ പൂർത്തീകരിച്ചല്ലോ. പക്ഷെ എനിക്കൊരിക്കലും ആ സമയത്ത് ആ ബഹൻ വരാത്തതുകൊണ്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരിക്കലും വ്യർത്ഥമുണ്ടായില്ല. അപ്പോ അവര് വന്നില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ സെക്ഷനെ പൂർത്തീകരിച്ചു. പറയാനുള്ള ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തു. കാരണം ആ സമയത്തും അവരെ ഒരു പുണ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അഥവാ അവരൊരു വ്യർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യർത്ഥമായിട്ടുള്ള ചിന്തയുടെ വൈബ്രേഷൻ എനിക്കും കൂടെ വരുമായിരുന്നു. എന്റെ ഉള്ളിൽ വ്യർത്ഥ സങ്കല്പം നടക്കുമായിരുന്നു. പക്ഷെ ആർക്കും തന്നെ അതറിയില്ലായിരുന്നു. അപ്പോ ഈ വന്നവരെല്ലാവരും പറഞ്ഞത് എന്താണെന്നറിയോ, ഏതൊരു മാലാക വന്നുകൊണ്ട് എന്റെ കട്ടിലിന്റെ എന്റെ ബെഡിനടിയിലായിട്ട് ചൂടിന്റെ ആ വെള്ളത്തിന്റെ ബോട്ടിൽ വെച്ചിട്ട് പോയി. ഇനി അവരിത്രയും താങ്ക്സ് പറഞ്ഞു. അപ്പോ അവർക്ക് എത്ര ബെഹൻജിക്ക് ആശീർവാദം ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ആ ബെഹൻജിക്ക് 2 പ്രകാരത്തിലുള്ള ആശീർവാദമാണ് ലഭിച്ചത്. ഒന്ന് വ്യക്തികളുടെ ഭാഗത്ത് നിന്ന്. ഇനി ആ സമയത്ത് നോക്കൂ, അവരിത്രയും ഭഗവാനെ ഓർമ്മിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇത്രയും തണുപ്പല്ലേ ഉള്ളത്. അപ്പോൾ ബാബയുടെ ഭാഗത്തു നിന്നും എന്ത് കിട്ടിയിട്ടുണ്ടാകും, ആശീർവാദം ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്കും ഡബിൾ ആശീർവാദം ലഭിക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ. അതിനുവേണ്ടി നമ്മൾ ഗുപ്തമായിട്ടിരിക്കണം. അപ്പോഴാണ് ഡബിൾ സമ്പാദ്യമാകുന്നത്. അപ്പോ ഈ മുഴുവൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളിൽ ശേഖരിക്കപ്പെടുകയാണ്. അടുത്ത 5000 വർഷത്തിലേക്കുള്ള സൈക്കിളിൽ ഇത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുക തന്നെ ചെയ്യും. അതായത് അടുത്തുള്ള ഇനിയുള്ള ജന്മങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, അവരവർക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ദാദിയുടെ കാര്യങ്ങള് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് വളരെ പ്രേരണയാണ് ലഭിക്കുന്നത്. കാരണം ദാദി എന്ന് പറയുന്നത് ഒരു സിദ്ധി സ്വരൂപ ആത്മാവായിട്ടാണ് പോയത്. നിങ്ങളൊന്ന് നോക്കൂ. ഇനി നിങ്ങളൊന്ന് നോക്കൂ, ദാദി ശരീരം വിട്ട സമയത്ത് അതിരാവിലെ 3:30 മണിക്ക് ഒന്നാലോചിച്ച് നോക്കൂ. അതിരാവിലെ 3:30 ദാദി ശരീരം വിട്ടു. പക്ഷേ രാവിലെ ഒരു 11:30, 12, 12:30 ദാദിയുടെ എല്ലാ അന്തിമ സംസ്കാരത്തിന്റെ ചടങ്ങുകളും കഴിഞ്ഞായി. ഒരു 8-10 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ സർവ്വതും തീർന്നു. അതായത് എല്ലാം അവിടെ അവസാനിച്ചു. എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു. ഏതോ ഒരു ഇന്ദ്രജാലം വന്ന് കണ്ണുകളിൽ ഇങ്ങനെ പൊടിയിട്ടിട്ട് മറഞ്ഞു പോകുന്നത് പോലെ അങ്ങനെ തോന്നി ശരിക്കും ആ സമയത്ത്. ഇനി വളരെയധികം അത്ഭുതം തന്നെയായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദാദിക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ നടന്നു എല്ലാം. ദാദി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് വേണ്ടി ഒരു കക്കയ്ക്ക് സമാനമായിട്ടുള്ളൊരു ചെലവ് പോലും ഉണ്ടാകരുത്. കാരണം വളരെ സിമ്പിളായിട്ടാണ്, ലളിതമായ ചടങ്ങുകളോടുകൂടിയാണ് ദാദി പോയത്. ഇനി എന്താണോ ദാദിജിയുടെ ജീവിതം, ആ ജീവിതം തന്നെയാണ് അവസാന സമയത്തും ഉദാഹരണമായിട്ട് കണ്ടത്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുകയാണെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള പ്രിൻസിപ്പിൾസിലൂടെയാണോ നമ്മളും ജീവിക്കുന്നത് അതേ തരത്തിൽ നമുക്കും ഇതുപോലെ മരിക്കാൻ കഴിയും. വിദേശത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്.
മരണത്തെക്കുറിച്ച് ഒരു സഹോദരൻ പറയുമായിരുന്നു, ആരാണോ നിയമാനുസൃതം ജീവിക്കുന്നത് അവര് തീർച്ചയായും നിയമത്തിന്റെ ആധാരത്തിൽ തന്നെ മരിക്കുകയും ചെയ്യും. അപ്പോ അവരുടെ ജീവിതം എങ്ങനെയാണോ അവരുടെ കയ്യിലുണ്ടായിരുന്നത് അതേപോലെ തന്നെ മരണവും അവരുടെ കയ്യിൽ തന്നെയായിരിക്കും. എനിക്ക് എങ്ങനെയാണ് ശരീരത്തെ ഉപേക്ഷിക്കേണ്ടത്? എല്ലാ ഡിഗ്രിയോടുകൂടെ. അങ്ങനെ എത്രയോ വലിയൊരു എക്സാമ്പിളാണ് ദാദി സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയത്. നമുക്ക് എല്ലാവർക്കും ദാദി റിമൈൻഡ് ചെയ്തിട്ടാണ് പോയത്, യജ്ഞത്തിന്റെ ഫൗണ്ടേഷൻ ഏതിന്റെ ആധാരത്തിലാണ് ഉണ്ടായിരുന്നത്? ത്യാഗത്തിലൂടെയായിരുന്നു, സിംപ്ലിസിറ്റിയിലൂടെയായിരുന്നു. വളരെ സേവിങ്സോടുകൂടെ എക്കണോമിയായിട്ടാണ് ബാബയുടെ യജ്ഞം അന്ന് നടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം യജ്ഞത്തിന്റെ ഫൗണ്ടേഷനിൽ ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് തപസ്സും നമ്മുടെ വർദ്ധിക്കുന്നത്. അതായത് റിയൽ തപസ്യ. അതിലൂടെ ആത്മീയ ബലം വർദ്ധിക്കുന്നു. തപസ്സിന്റെ ആധാരത്തിലൂടെ പരിധിയില്ലാത്ത സേവനം നടക്കുന്നു. ഞാൻ എപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിലെ മധുബനെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്നേഹമാണ്. സത്യത്തിൽ മധുബൻ എന്ന് വെച്ചാൽ എനിക്ക് വളരെയധികം മോഹമാണ് എൻ്റെ ഉള്ളിലെ. ഞാൻ വിശേഷിച്ചും ഇടയ്ക്കിടയ്ക്ക് ബാബയുടെ മുറിയിലേക്ക് പോവാറുണ്ട്. അപ്പോ ബാബയുടെ മുറിയിൽ പോകുമ്പോൾ എനിക്കിങ്ങനെ തോന്നും, അവിടെ ബാബ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നും. എനിക്കതിലൂടെ വളരെയധികം ഫീലിങ്ങുകൾ വരാറുണ്ട്. പ്രത്യേകിച്ചും പാണ്ഡവ് ഭവനിൽ നോക്കിക്കഴിഞ്ഞാൽ ബാബയുടെ യജ്ഞത്തിലെ തന്നെ വളരെ പഴയ സഹോദരീ സഹോദരന്മാരാണുള്ളത്. ഇപ്പോഴും നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പാണ്ഡവ് ഭവനിലെ എക്സാമ്പിളായിട്ടാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. ത്യാഗികളായിട്ടാണ്, വളരെ സിമ്പിളായിട്ടാണ് വീടിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഇതിനു വേണ്ടിയിട്ടൊരു താങ്ക്സ് മാത്രം പറഞ്ഞാൽ പോരാ. എപ്പം നമ്മൾ തപസ്സിനെ കുറിച്ച് സംസാരിക്കുന്നു, എന്താണ് ഈ തപസ് എന്ന് വെച്ചാലേ, നിങ്ങളെല്ലാവരും തപസ്സിനെ കുറിച്ച് വളരെയധികം നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാകും. തപസ്സിന്റെ പരിഭാഷയെക്കുറിച്ച്, വിദേഹിയായി മാറൂ, അശരീരിയായി മാറൂ. പക്ഷെ നമുക്ക് വേണ്ടി തപസ് എന്ന് പറയുന്നത് ഒരേ ഒരു ബാബയിൽ നിന്നും എനർജി, ശക്തി സമ്പാദിക്കുക എന്നതാണ്. ബാബയുടെ ഓർമ്മയിലൂടെ നമ്മളെ സമ്പന്നമാക്കി മാറ്റുക, നിറയ്ക്കുക. ഇതാണ് തപസ്. ഏകാഗ്രചിത്തരായിരിക്കുക, എല്ലാം ഒന്ന് ഏകണാമിയായിരിക്കുക. അതേപോലെ എക്കണോമിയായിരിക്കുക, ഏകാഗ്രചിത്തരായിരിക്കുക, ഏകനാമത്തിലിരിക്കുക, എക്കണോമിയായിരിക്കുക. നമ്മൾ ഓർമ്മയുടെ ശക്തിയിലൂടെ വളരെ നന്നായിട്ടിരുന്ന് ബാബയെ ഓർമ്മിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നിറയുകയാണ്. പ്രത്യേകിച്ചും അതിലെ 5 കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിറയുന്നത്. അത് നിങ്ങൾ പലപ്പോഴും ചെക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും തപസ് ചെയ്യാനുള്ള ചാൻസാണ് ലഭിച്ചിരിക്കുന്നത്. തപസ് എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ആടുക, അതിനുള്ളൊരു ചാൻസ് ഇല്ല തപസ്സിൽ. തപസ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടു പോയ സമ്പത്തുകൾ അതെല്ലാം ബാബയിൽ നിന്നും എടുക്കുക. ഇപ്പോഴില്ലെങ്കിൽ എപ്പോഴുമില്ല. ബാബയുടെ ഓർമ്മയിൽ 5 കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അതൊന്നാണ് സ്നേഹം, അതായത് ഈശ്വരീയ സ്നേഹം. ബാബ നമുക്ക് നോക്കൂ എത്ര സ്നേഹമാണ് നൽകുന്നത്. ഇനി ആ സ്നേഹത്തിലൂടെ ശരിക്കും നമ്മുടെ ഉള്ളിലെ എല്ലാം നിറഞ്ഞു എന്നിരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകണം. ഇനി സർവ്വസംബന്ധങ്ങളുടെ സ്നേഹം നമുക്ക് ലഭിക്കുന്നു. ഞാൻ ശരിക്കും ബാബയിൽ നിന്ന് ആ സ്നേഹം ഫലമായിട്ട് ഞാനിങ്ങനെ പിടിച്ചെടുക്കണം. ഇനി ബാബയുടെ സ്നേഹം വേണമെങ്കിൽ എനിക്ക് കുട്ടിയാകണം. ഇനി കുട്ടി എന്ന് വെച്ചാൽ എന്താണ്? നിർസങ്കല്പം എന്നാണ്. അതായത് നമുക്ക് നമ്മുടെ ബുദ്ധിനെ ഒരുപാട് യൂസ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇനി നിങ്ങൾ എത്രത്തോളം ഞാൻ വളരെ മെച്യൂർഡായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ, അത്രത്തോളം നമുക്കൊരിക്കലും ഈശ്വരീയ സ്നേഹം എന്ന് പറയുന്നത് ലഭിക്കില്ല.
എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്നേഹം ഫലമായിട്ട് ബാബയിൽ നിന്ന് പിടിച്ചെടുക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഒരു കുട്ടിയാകണം. ഒരു കുട്ടിക്ക് മാത്രമാണ് സ്നേഹത്തെ പിടിച്ചെടുക്കാൻ പറ്റുക. നിങ്ങൾക്ക് ടീച്ചറുടെ സ്നേഹമായിട്ട് മാറണമെങ്കിലോ നിങ്ങൾ നല്ലൊരു സ്റ്റുഡൻ്റ് ആകണം. നിങ്ങൾക്ക് ഗുരുവിൻ്റെ കൃപ ആവശ്യമാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫോളോവറായിട്ട് മാറണം. ഡയറക്ഷൻസിനെ ഫോളോ ചെയ്യണം. അങ്ങനെ നമ്മൾ എത്രത്തോളം ബാബയുമായിട്ടുള്ള സംബന്ധത്തെ അനുഭവം ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരിക്കലും ബാബയുടെ അടുത്ത് പരാതി പറയില്ല, ബാബയുടെ സ്നേഹം ലഭിക്കണില്ല, ബാബയിൽ നിന്നുള്ള ശക്തി കിട്ടുന്നില്ല. കാരണം അതൊന്നും കിട്ടുന്നില്ല എങ്കിൽ അതിന് തീർച്ചയായും അവനവൻ തന്നെയാണ് റെസ്പോൺസിബിൾ. ഇനി എത്രത്തോളം നമ്മൾ വളരെ സിമ്പിളായിട്ട് മാറുന്നു, വളരെ ചെറിയൊരു കുട്ടിയായിട്ട് നമ്മൾ മാറുന്നു. നമ്മൾ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആകണം. അങ്ങനെ ഇങ്ങനെ മുരളി കേൾക്കുന്നവരല്ല നമ്മൾ. മുരളിയിലൂടെ കുറച്ച് ധാരണയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്നേഹം ലഭിക്കും. ആദ്യത്തേതാണ് അപ്പോൾ സ്നേഹം, രണ്ടാമത്തേതാണ് ശക്തി. സർവശക്തികളും ബാബയിൽ നിന്ന് പ്രാപ്തമാകുന്നു. സഹനശക്തി, ഉൾക്കൊള്ളാനുള്ള ശക്തി, നിർണയശക്തി. അതിനാൽ ചെക്ക് ചെയ്യൂ നിങ്ങൾ. അതിനാൽ നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യൂ മുഴുവൻ സമയത്തും. എത്രത്തോളം നമ്മൾ സ്വയം ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടോ അത് അത്രത്തോളം നമ്മളെ സ്ട്രോങ് ആക്കലാണ്. ഈ ചെക്കിങ് ചെയ്യുന്ന സംസ്കാരത്തെ നമ്മൾ സ്ട്രോങ് ആക്കണം. എൻ്റെ ഉള്ളിലെ മുഴുവൻ ശക്തികളും നിറഞ്ഞിട്ടാണോ ഇരിക്കുന്നത്? ഇനി മൂന്നാമത്തെ കാര്യം ലഭിക്കുന്നത് അതാണ് സകാശ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണോ നമുക്ക് എക്സ്ട്രാ കറണ്ടാണ് ലഭിക്കുന്നത് ബാബയിൽ നിന്നുള്ള സകാശിൻ്റെ രൂപത്തിൽ. ഇനി എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സേവയുടെ തിരക്കുകളും സേവാ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ബാബ നമുക്ക് അമൃതവേളയിൽ സകാശ് നൽകും. ഇനി അങ്ങനെ സകാശ് തരുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം പകൽ സമയത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ബാബയിൽ നിന്ന് സകാശ് നമ്മൾ പിടിച്ചെടുക്കണം. അതിന് ധൈര്യം വേണം. തൻ്റെ പുരുഷാർത്ഥത്തിൽ ധൈര്യം, തൻ്റെ കർമ്മത്തിൽ ധൈര്യം. ഇനി നിങ്ങൾ ധൈര്യം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സകാശ് ബാബയിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾക്ക് വലിയൊരു കാര്യത്തിന് നിമിത്തമായി മാറാനും കഴിയില്ല. അതുകൊണ്ട് സകാശ് നമ്മൾ നേടണം. എപ്പോഴും തോന്നണം, ബാബ ഞാൻ എന്നും ബാബയ്ക്ക് വേണ്ടി അവൈലബിളാണ്. ഒരിക്കൽ ഒരവസരത്തിൽ ഞാനും ഫിലിപ്പീൻസിലെ രജനി ബഹനും ഇനി മാനില എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല കഥകളും ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ രജനി ബഹൻ എനിക്ക് സുന്ദരമായിട്ടുള്ളൊരു കഥ പറഞ്ഞു തന്നു. അപ്പോൾ ഒരു കലോബഹൻ ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ദാദി അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ദാദി ചോദിച്ചു ആ ബഹനോട്, എവിടെ പോകുന്നത്? അപ്പോൾ രജനി ബഹനോടാണ് ചോദിച്ചത്. അപ്പോൾ രജനി ബഹൻ പറഞ്ഞു, ഞാനിങ്ങനെ ഗോഡ്ലിവുഡ് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു ദീദി ഉണ്ടായിരുന്നല്ലോ കൂടെ. അപ്പോൾ ദീദിയും പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ദാദിയോട് ചോദിച്ചു, ദാദി എവിടേക്കാണ് പോണത്? അപ്പോൾ ദാദി പറഞ്ഞു, ഞാനിങ്ങനെ ഗ്ലോബൽ മീറ്റിംഗ് ഉണ്ട്, അവിടെ ഫംഗ്ഷൻ മീറ്റിംഗ് ഉണ്ട്, അവിടേക്ക് ഞാൻ പോവുകയാണ്. എന്താ നിങ്ങൾ വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, ദാദി ഞങ്ങളെ വിളിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല വരാനായിട്ട്. ഇനി ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾ ഇന്ന് രാവിലത്തെ അമൃതവേള സമയത്ത് ബാബയോട് പറഞ്ഞോ, ബാബ ഞാൻ എന്നും ബാബയ്ക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞോ? അല്ലേ? ബാബയോട് നിങ്ങൾ പറഞ്ഞോ, എന്നെ മുഴുവൻ ദിവസത്തിൽ യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞോ? അപ്പോൾ നിങ്ങൾ സ്വയം എന്ത് ചെയ്തു? നിങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇനി നിങ്ങൾ ബാബയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ബാബ ഞാൻ അവൈലബിൾ ആണ്, എന്നെ യൂസ് ചെയ്യൂ, അപ്പോൾ തീർച്ചയായും ബാബ എന്ത് ചെയ്യും? അവരുടെ ബുദ്ധിനെ ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലഭിക്കും.
ദാദി നോക്കൂ, ദാദിയുടെ പാർട്ടിനെ അപ്പം ദാദി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പോൾ ഇത് ശരിക്കും ഈ കർമ്മത്തിൻ്റെ വളരെ ഗഹനമായിട്ടുള്ളൊരു ഫിലോസഫിയാണ്. ധൈര്യമുള്ള കുട്ടികളെയാണ് ബാബ സഹായിക്കുക. ഇത് ഗ്യാരണ്ടിയാണ്. ദാദീജിയുടെ പാർട്ട് ഇങ്ങനെയായിരുന്നു. കാരണം ദാദിയുടെ ധൈര്യം എന്ന് പറയുന്നത് ഒരിക്കലും ലൂസായിട്ടില്ല ഓരോ കാര്യത്തിലും. അങ്ങനെ ധൈര്യം നമ്മൾ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സകാശം ലഭിക്കും, കാര്യങ്ങൾ ചെയ്യാനുള്ള. 4ാമത്തെ കാര്യമാണ് ഫലം, യോഗത്തിൻ്റെ ഫലം. അതിലൂടെ നമുക്ക് ശക്തിയാണ് ലഭിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങൾ ശീതളമാകും, നിയന്ത്രണ ശക്തി വർദ്ധിക്കും, റൂളിംഗ് പവറും നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും. അടുത്തതാണ് 5ാമത്തെ കാര്യം, പ്രേരണ. ഇടയ്ക്കിടയ്ക്ക് ബാബ പറയുന്നത് കേട്ടിട്ടില്ലേ? ബാബ എന്നെ പ്രേരിപ്പിക്കുന്നു, കുട്ടി ചെയ്യൂ ചെയ്യൂ, ഞാനിരിക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കും ബാബ നമുക്ക് പ്രേരണ തരികയാണ്. കാരണം ബാബ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്ന ആളുമാണ്. ഇനി ബാബ ചെയ്യും, ഒപ്പം ബാബ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതിനായി ബാബ കുട്ടികളെ പ്രേരിപ്പിക്കും. നമ്മുടെ ബുദ്ധിയുടെ ലൈൻ, അങ്ങനെയെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ ലൈൻ എത്രത്തോളം ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. ബാബയുടെ ടച്ചിങ്സിനെ, പ്രേരണകളെ ക്യാച്ച് ചെയ്യാൻ മാത്രം. മമ്മ എപ്പോഴും പറയണ കേട്ടിട്ടില്ലേ? ഓരോ ചുവടിന്മേലും ചുവട് വെച്ചുകൊണ്ട് ബാബ എന്നെ നടത്തിപ്പിക്കുകയാണ്. ബാബയുടെ പ്രേരണയിലൂടെയാണ് സേവ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാബയാണ് ചെയ്യിപ്പിക്കുന്ന ആള്. സേവനത്തിലെ വിസ്താരത്തിലേക്ക് കൊണ്ടുവരുത്തുന്നതും ബാബ തന്നെയാണ്. അങ്ങനെ നമ്മൾ സമ്പന്നരും സമ്പൂർണരുമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ സമാപ്തിയും ഉണ്ടാകും. എങ്കിൽ പുതിയ ലോകം എത്രയും പെട്ടെന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ നിങ്ങൾ ഈ 5 കാര്യങ്ങളെ സ്വയം ഒന്ന് പരിശോധിക്കൂ. ഇത് പ്രാക്ടിക്കലാണ്. കാരണം ഇതൊരു എനർജിയുടെ കാര്യമാണ്. ബാബയില്ലാതെ നിങ്ങൾക്കൊരിക്കലും വിദേഹിയായി മാറാൻ കഴിയില്ല. ഇനി ചിലരൊക്കെ കണ്ടിട്ടില്ലേ, തപസ് ചെയ്യാനൊക്കെ ആയിട്ടിരിക്കും, എന്നിട്ട് വിഷ്വലൈസേഷനും ചെയ്യും. ഞാൻ ആത്മാവാണ്, ഞാൻ ഭൃഗുടി മധ്യത്തിലിരിക്കുകയാണ്, ഞാനിതാ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു ഭാവന മാത്രമാണ്. ഇപ്പം എങ്ങനെയാണോ നമ്മളൊരു ഫിലിമൊക്കെ കാണുന്ന സമയത്ത് അത് കാണുമ്പോൾ നമുക്ക് വളരെ നല്ലതായിട്ട് തോന്നിയില്ലേ? അതുപോലെ ഇനി ആ ഒരു സിനിമ കഴിഞ്ഞാലോ, കഴിഞ്ഞു, പഴയ പോലെ തന്നെ നമ്മൾ. എന്നാൽ റിയൽ തപസ് ബാബയുടെ അടുത്തിരിക്കുക, ഉള്ളിലിരുന്നു കൊണ്ട്. വിദേഹിയാവുക എന്ന് വെച്ചാൽ എന്താണ്? ഉള്ളിലേക്ക് പോവുക, ഡീപ്പായിട്ട് ഉള്ളിലേക്ക് പോവുക, സ്വയത്തെ ഫ്രീ ആക്കുക, എന്നിട്ട് ബാബയോടൊപ്പം ഇരിക്കുക. അങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടാക്കുക, പൂർണ്ണമായിട്ടും സൈലൻസ്. ഇതിനും ഞങ്ങൾക്ക് ദാദി വളരെ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ ചില സഹോദരിമാർ ദാദിയുടെ അടുത്ത് ചിറ്റ്ചാറ്റ് ചെയ്യാറുണ്ട്. പല ചോദ്യങ്ങളും ഞങ്ങൾ ദാദിയോട് ചോദിക്കാറുണ്ട്. ഇനി ഞങ്ങൾ ചോദിക്കാറുണ്ട്, ദാദി യോഗം ചെയ്യുന്ന സമയത്ത് ദാദി എന്താ ചെയ്യാറുള്ളത്? അപ്പോൾ ദാദി എന്ത് ചെയ്തു? ദാദിയുടെ ഉള്ളിലുള്ള ആ സീക്രട്ട് എന്ന് പറയുന്നത് ദാദി പറഞ്ഞു തന്നു. ദാദി എപ്പോഴും എന്ത് ചെയ്യുന്നു? സ്വയത്തെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ദാദി എപ്പോഴും പറയായിരുന്നു എല്ലാം ഉള്ളിലാണുള്ളത്. അതായത് ആത്മാവ് ഉള്ളിലാണുള്ളത്, അതേപോലെ പരംധാമത്തിൻ്റെ ജ്ഞാനം എല്ലാം നമ്മുടെ ഉള്ളിലാണുള്ളത്. അതുകൊണ്ട് ശരിക്കും ഉള്ളിലേക്ക് പോവുക, അതാണ് തപസ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ ദാദിയോട് ഞങ്ങൾ ചോദിക്കും, അങ്ങനെയെങ്കിൽ ഉള്ളിലേക്ക് പോകാനുള്ള വഴി എന്താ? അപ്പം അതിന് ദാദി 5 കാര്യങ്ങൾ പറഞ്ഞു തന്നു. 1, നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യൂ ഈ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും. ഞാൻ സ്വയം എൻ്റെ എനർജിയെ ഡിറ്റാച്ച് ചെയ്യുന്നു. ഓരോ കർമ്മേന്ദ്രിയങ്ങളുടെയും വാതിലിനെ ഞാൻ അടയ്ക്കുന്നു. 2ാമത്തെ സ്റ്റെപ്പ്, നിർമോഹിയാവുക.
ഞാൻ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാൻ വളരെ നിർമോഹിയും സ്നേഹിയുമായിരിക്കുന്ന ആത്മാവാണ്. ഈ ശരീരത്തിൽ നിന്നും ഞാൻ വേറെയാണ്. ഞാൻ ആത്മാ. പിന്നെ മൂന്നാമത്തേത്, സിംഹാസനത്തെ ധാരണ ചെയ്തുകൊണ്ട് ഞാൻ സാക്ഷിയായിട്ടിരിക്കുന്നു. അങ്ങനെ വളരെയധികം ഡിറ്റാച്ച്ഡായി ഞാനിതാ എന്നെ തന്നെ ഞാൻ ഒബ്സർവ് ചെയ്യുകയാണ്. എന്തെല്ലാം പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രാമയിലെ സീനറികളുണ്ടോ, അതെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വളരെ സാക്ഷി സ്വരൂപത്തിലാണ്. ഞാൻ ബാബയോടൊപ്പമാണ്. ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ സാക്ഷി ദൃഷ്ടാവായി മാറി. ഞാൻ ശരിക്കും ഒരു സാക്ഷിയായി മാറി. എല്ലാം കണ്ടുകൊണ്ട് വളരെ ഡീപ്പായി ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഞാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കണ്ടിട്ടും ഞാൻ കാണാതിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടും കാണാതിരിക്കുന്നു, കേട്ടിട്ടും ഞാൻ കേൾക്കാതിരിക്കുന്നു. ഞാൻ സാക്ഷി ദൃഷ്ടാവായി മാറിയിരിക്കുകയാണ്. ഞാൻ വീണ്ടും വളരെ ആഴങ്ങളിലേക്ക് പോകുന്നു. ഞാൻ ആത്മാവ് പൂർണ്ണമായും വിദേഹിയായി മാറുകയാണ്. ഞാൻ എൻ്റെ വീട്, നിർവാണധാമം, വിദേഹിയായ ആത്മാവ്, അശരീരിയായിരിക്കുന്ന ആത്മാവ്, അശരീരിയായിരിക്കുന്ന ബാബയുടെ അടുക്കൽ ഞാൻ ഇരിക്കുന്നു. എത്ര നല്ല ഫീലിംഗ് ആണ് വരുന്നത്. ഇത് ശരിക്കും ഇമാജിനേഷൻ, ഭാവന ചെയ്യേണ്ട കാര്യമല്ല. ഇത് ഉള്ളിലേക്ക് പോകാനുള്ളൊരു വിധിയാണ്. ന്യാരയായി തീരാനുള്ള, അതായത് നിർമോഹിയായി തീരാനുള്ള, സാക്ഷിയായി തീരാനുള്ള, സാക്ഷി ദൃഷ്ടാവായിരിക്കുക, ഉപരാം, എല്ലാറ്റിലും ഉപരിയായിരിക്കുക. ഇതിനു വേണ്ടിയിട്ടെല്ലാം ഉള്ളിലേക്ക് പോകൂ. ഇതിനാണ് ദാദി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് തുടക്കത്തിൽ പറയാറുണ്ട്. ദാദി എപ്പോഴും പറയാറുണ്ട് അത്രേ, എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് 90% എന്ന് പറയുന്നത് ഉള്ളിലാണ്, വെറും 10% പുറത്ത്. ഇനി ദാദിയെ കാണുന്ന സമയത്ത് ഞങ്ങൾ തന്നെ അതിശയപ്പെടാറുണ്ട്. ദാദി ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും. അപ്പോൾ ദാദിയോട് ഞങ്ങൾ ചോദിക്കും, ദാദിക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നത്? 90% ഉള്ളിലേക്ക് അറ്റൻഷൻ വയ്ക്കുക, 10% മാത്രം പുറത്തേക്ക് വയ്ക്കുക, എങ്ങനെ കഴിയുന്നു? അതിന് ദാദി ഒരു വിധി പറഞ്ഞു തന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ദാദി എത്രത്തോളം ദാദീനെ സംരക്ഷിക്കുന്നുണ്ട്. കാരണം ദാദി പറയുന്നൊരു ശബ്ദമാണ്, അതാണ് ശ്രദ്ധ. തപസ് എന്ന് പറയുന്നത് ശ്രദ്ധ തന്നെയാണ്, അറ്റൻഷനാണ്. സാധാരണ നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത് എന്താണ്? ആ സമയം കിട്ടുമ്പോൾ തപസ് ചെയ്യാം. പക്ഷെ ആ ഒരു തപസ്സെന്ന് പറയുന്നത് വേണ്ടാത്ത കാര്യങ്ങളിൽ തന്നെ കുറേ സമയം പോകും. കാരണം ശ്രദ്ധയില്ല. അതുകൊണ്ട് നമുക്ക് അറ്റൻഷൻ്റെ ശക്തിയെ നമുക്ക് വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി നമുക്ക് ഉള്ളിലേക്ക് പോകണം. അതിന് നിങ്ങൾക്ക് നിങ്ങളെ ഡിറ്റാച്ച്ഡ് ആക്കണം, നിർമോഹിയാക്കണം, സാക്ഷി ദൃഷ്ടാവാക്കി മാറ്റണം, ഉപരാമമായിട്ട് പോകണം, സൈലൻസിലേക്ക് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾ നോക്കൂ, അപ്പോൾ എത്രത്തോളം അറ്റൻഷൻ്റെ ശക്തി വർദ്ധിക്കും, ഏകാഗ്രതയുടെ ശക്തി വർദ്ധിക്കും. നിങ്ങൾക്കപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും തീർച്ചയായും സഫലത ലഭിക്കും, ഓട്ടോമാറ്റിക്കലി ലഭിക്കും. ഒരിക്കലും പുരുഷാർത്ഥത്തിൽ പരിശ്രമിക്കേണ്ടി വരില്ല. കർമ്മയോഗിയാകാൻ പറ്റും. നിരാകാരി ഫരിസ്ത സ്വരൂപമാകും, സാക്ഷാത്കാര സ്വരൂപമായി മാറും. ശരി, ഓം ശാന്തി.